ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഈ വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു. എന്താ, അമ്മ സംഘടനയുടെ നേതൃത്വ സ്ത്രീകളെല്ലാം കൂടെ നിരന്നു നിന്ന് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ എന്തായിരുന്നു പോയില്, എന്തായിരുന്നു ആഘോഷം. ദൃശ്യമാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു. അപ്പം അതിനകത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്മിപ്രിയ എന്ന് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് നേരെ ജോലിയൊന്നും തീരത്തില്ല, ഇത് ഒന്നൊന്നര ചെയ്തായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അതൊക്കെ ശരിവെക്കുന്ന കഥകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏതായാലും അൻഫിബയെ പറ്റിയാണ് ലക്ഷ്മിപ്രിയ കുറച്ച് കാര്യങ്ങളങ്ങ് തുറന്ന് പറഞ്ഞേക്കുക. ഇതെന്തിനു പറഞ്ഞു, ഏതിനു പറഞ്ഞു എന്നൊന്നും നമുക്കറിയില്ല. അവരുടെ സ്വകാര്യതയിലേക്ക് ഊളിയിട്ടിറങ്ങി അവരുടെ സ്വകാര്യ കാര്യങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ പുറത്തു വിടുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണ്. വിവരക്കേട് എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഈ ലക്ഷ്മിപ്രിയയെ പറ്റി പറയുമ്പം ശുദ്ധ വിവരക്കേടെന്ന് പറഞ്ഞാൽ ഇന്നും നിലയും തുടങ്ങിയതല്ല. ഇത് നേരത്തെ തന്നെ വാ തുറന്നാൽ ശുദ്ധ വിവരക്കേട് പറയുന്ന കൂട്ടത്തിലാണ് ലക്ഷ്മിപ്രിയ. വർഷങ്ങൾക്ക് മുമ്പിൽ ജനിച്ച ആളിനെ പോലെ ഇപ്പോഴും സംസാരിക്കുന്നത്. കാലഘട്ടം മാറിയെന്നും അവർക്ക് ഒരു രീതിയിലും മനസ്സിലായിട്ടില്ല. അപ്പോൾ അൻഫിബ അങ്ങനെ ചെയ്തു, അൻഫിബ ഇങ്ങനെ ചെയ്തു. പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അൻഫിബ മദ്യപിക്കുമായിരുന്നു. അൻഫിബയ്ക്ക് മദ്യം മേടിച്ചു കൊടുത്തത് ഞാനായിരുന്നു എന്ന്. ഒരാൾക്ക് മദ്യം മേടിച്ചു കൊടുക്കുന്നത് തെറ്റല്ലേടി? അതുമല്ല, രാത്രി 2 മണി വരെ അൻഫിബയുടെ റൂമിൽ നിന്ന് ഞാൻ സംസാരിച്ചെന്നും 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുളിക്കാനൊക്കെ ആയിട്ട് വന്നെന്നും 4 മണിയായപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ റൂമിൽ വേറെ ഒരു പുരുഷനുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ അമ്മായി പറയുന്നത്. സത്യം പറഞ്ഞാൽ ശുദ്ധ വിവരക്കേട് മാത്രമെന്നേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ അൻഫിബയുടെ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കെന്താണ് പോക്കേട്? ഇവരുടെ ആരെങ്കിലും ആണോ? അല്ലല്ലോ. അൻഫിബ പ്രായപൂർത്തിയായ സ്ത്രീയാണ്. അവർക്ക് മദ്യപിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അന്യപുരുഷനൊരു അവരുടെ റൂമിൽ കയറിയെന്ന് പറഞ്ഞാൽ ഇവർക്കെന്താണ് തെറ്റ്? ഇവർക്ക് യാതൊരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ മനഃപൂർവ്വം ഇതിന് വല്ല തെളിവുകളുണ്ടോ? ഇതൊക്കെ സത്യമാണെങ്കിൽ തെളിവുണ്ടോ? അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ ഇവർക്കെന്തായാലും ഫോക്കേട്. ഇവരാവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നു? ഇതാ പറഞ്ഞ ആവശ്യമില്ലാത്ത എല്ലാ ഏകോണത്തിനതും ഈ വ്യക്തി കയറി അങ്ങ് കയറും. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കുക ഇവരുടെ സ്ഥിരം പരിപാടി. എന്നിട്ട് കുറച്ച് നാൾ റീച്ചിൽ ഇങ്ങനെ നിൽക്കുക. ഏതായാലും ഒരു കാര്യം സന്തോഷമുണ്ട്, ഇതിന് താഴെ വന്നേക്കുന്ന കമൻറ്റ് മൊത്തം ഇവരെ തെറി വിളിച്ചുകൊണ്ടുള്ള കമൻറ്റാണ്. കാരണം കാലം മാറിയത് ഈ അമ്മായി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നല്ല കാര്യം, കാലം മാറിയിരിക്കുന്നു, ജനങ്ങൾ മാറിയിരിക്കുന്നു. ഈ പറഞ്ഞേക്കുന്ന കാര്യത്തിന് വല്ലതും തെളിവുണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ മായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ഈ അമ്മായി ഇങ്ങ് വിളിച്ച് പറയുക. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇത് ഈ പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അൻഫിബ ഇതിനെല്ലാം കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. കേസിൽ അമ്മായി തൂങ്ങുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. തൂങ്ങട്ടെ, ഇത് കൃത്യമായിട്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. കാരണം സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കി ആ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ, ഈ പറഞ്ഞേക്കുന്നതിനെല്ലാം ശരിയാണെങ്കിൽ, ഇവരുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമായിരിക്കും 100%. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരാളെ എതിർത്ത് കഴിഞ്ഞാൽ അവരെ തകർക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും ഇവർ വിളിച്ചു പറയും എന്നുള്ളത് 100% ഉറപ്പാണ്. ആ രീതിയിലാണ് ഇവരുടെ ഓരോ ചെയ്ത്തും നമ്മൾ കണ്ടിട്ടിരിക്കുന്നത്. ഇവരെ എനിക്ക് ഒരു കാരണവശാലും വിശ്വാസമില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം മലയാളികൾക്കും ലക്ഷ്മിപ്രിയ വിശ്വാസമില്ല. ലക്ഷ്മിപ്രിയ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, അത് സത്യമാണെങ്കിൽ തന്നെ. അല്ലെങ്കിൽ സത്യമാണെങ്കിൽ തന്നെ ഭൂരിപക്ഷം മലയാളികളും ചോദിക്കുന്നത് ഇവർക്ക് എന്തോ ഒരു ഫോക്കേടാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ അല്ലേ. ഏതായാലും ഈ ലക്ഷ്മിപ്രിയ ഇത് വേറെ ലെവലായിട്ട് കൊണ്ടുവരുമോ, ഇത് അടുത്ത പടിയായിട്ട് കൊണ്ടുപോവുക. ഏതായാലും അമ്മ സംഘടനയിൽ സ്ത്രീകളെല്ലാം കൂടെ ഭരിച്ച് 1 കൊല്ലത്തിനുള്ളിൽ ആകെപ്പാടെ നാറ്റക്കേസായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. എത്തുവരെ ഒക്കെ ബൈ.